SSLC IT മോഡൽ പരീക്ഷയിലെ ഗ്രൂപ്പ് 2 സൺക്ലോക്കിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക് എന്ന രീതിയിൽ തുറക്കുക. സൺക്ലോക്കിൻ്റെ മെനു ബാറിൽ പലതരത്തിലുള്ള ഫംഗ്ഷൻ കീസും നമുക്ക് കാണാൻ സാധിക്കും. സമയമേഖലകൾ അടയാളപ്പെടുത്തിയ ലോക മാപ്പ് ദൃശ്യമാകുന്നതിനായി ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ, അതായത് എക്സ്ക്ലമേറ്ററി ചിഹ്നത്തിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രേഖാംശരേഖകൾ ദൃശ്യമാക്കാൻ M എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായി കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ എടുത്ത സ്ക്രീൻഷോട്ട് കമ്പ്യൂട്ടറിലെ പിക്ചേഴ്സ് ഫോൾഡറിൽ കാണാൻ സാധിക്കും. ആ സ്ക്രീൻഷോട്ടിനെ എക്സാം10 ഫോൾഡറിലേക്ക് മാറ്റാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ റീനെയിം ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ പ്രവർത്തനം പൂർത്തിയായി. ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യം സൺക്ലോക്ക് തുറക്കുക. സമയമേഖലാ ഭൂപടം ദൃശ്യമാക്കാൻ എക്സ്ക്ലമേറ്ററി ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് മാറ്റാനായി ടോഗിൾ നൈറ്റ്, അതായത് N എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് ഒഴിവായി പോകുന്നത് കാണാം. സ്ക്രീൻഷോട്ട് എടുക്കാൻ കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. സ്ക്രീൻഷോട്ട് കമ്പ്യൂട്ടറിലെ പിക്ചേഴ്സ് ഫോൾഡറിൽ കാണാൻ സാധിക്കും. അതിനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ റീനെയിം ചെയ്യുക. ചിത്രത്തിനെ കട്ട് ചെയ്ത് എക്സാം10 ഫോൾഡറിലേക്ക് മാറ്റാം.